Hello, hi. Welcome to another episode of Lakshmi's Cooking Stories. ഞാൻ ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. സ്ട്രോബെറി ജെല്ലി കേക്ക്. നമുക്ക് ബേക്കിംഗ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലൊരു കേക്കിൻ്റെ റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമുക്ക് സ്ട്രോബെറി ജെല്ലി കേക്കിന് ആദ്യം വേണ്ടത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഇതിപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ്. അത് ഒരു 125 ഗ്രാം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. നമുക്കിനി ഈ ട്രേയിലേക്കത് നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ നിരത്തിയതിന് ശേഷം നമുക്ക് ഇതിന് നല്ല പ്രസ് ചെയ്ത് വയ്ക്കണം. ഇതൊരു കോട്ടിംഗ് പോലാണ്. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം. എന്തെങ്കിലും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ഉള്ള ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ച് നമുക്കിതിനെ ഇങ്ങനെ നല്ല പ്രസ് ചെയ്ത് കോട്ടിംഗ് വയ്ക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട മിക്സ് തയ്യാറാക്കാം. നമുക്കൊരു മിക്സിയുടെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ക്രീം ചീസ്, ഒരു 1/2 കപ്പ് ക്രീം ചീസ് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പം മിക്സിയുടെ ജാറിൽ ബ്ലെൻഡ് ചെയ്ത് 1 കപ്പ് പാലും 1/2 കപ്പ് ചീസും അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിലേക്ക് വയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അഗർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ചൈന ഗ്രാസ് എന്ന് പറയില്ലേ, അതാണ്. ഇതൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും വളരെ ലോയിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ടെല്ലാം, നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ടെല്ലാം ഒരുമിച്ച്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത മിക്സാണ്, പാലൊക്കെ ചേർത്ത് നമുക്കത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പതിയെ ഇതൊന്ന് മിക്സ് എല്ലായിടത്തും ആവാനായിട്ട് പതിയെ പ്രഷർ കൊടുക്കാതെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വീണ്ടും ഒരു 15 മിനിറ്റ് സെറ്റ് ആവാനായിട്ട് വയ്ക്കാം. ബേസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ഏതാണ്ട് 500 ഗ്രാംസോളം സ്ട്രോബെറി കട്ട് ചെയ്ത് ഇങ്ങനെ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ച് ഫ്രിഡ്ജിലോട്ട് തന്നെ വച്ചേക്കാം. അതിനുശേഷം നമുക്കിതിനൊരു ലിക്വിഡ് കൂടെ തയ്യാറാക്കാനുണ്ട്. ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ളത് അതുകൂടെ തയ്യാറാക്കി
ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് pour ചെയ്ത് കൊടുക്കാം. ഒരു സോസ് പാനിൽ 1 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര അലിയുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും വെള്ളവും നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അഗർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത ലിക്വിഡ് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കിംഗ് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ, ഏതാണ്ട് 2 മണിക്കൂർ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് വെച്ചതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഓക്കെ, സ്ട്രോബെറി ജെല്ലി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മോൾഡിൽ നിന്ന് പതിയെ ഇളക്കി മാറ്റാം. നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്വയറോ റൗണ്ടോ പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ പതിയെ ഇളക്കി എടുത്താൽ മതി. വേണ്ട, സെറ്റായി. ഇത് നമുക്ക് തിരിച്ച് ഈ പ്ലേറ്റിലോട്ട് വയ്ക്കാം. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്ത് പ്ലേറ്റിലോട്ട് വയ്ക്കാം. നമ്മുടെ സ്ട്രോബെറി ജെല്ലി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഭംഗിയാണ്. അത് കാണാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കിയ സ്ട്രോബെറി ജെല്ലി കേക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ബേക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.